നമസ്കാരം. ശബരിമല കൊള്ളയിൽ വാസുവിനെ പ്രതിയാക്കിയത് അതിബുദ്ധി. ആഗോള അയ്യപ്പ സംഗമം വിവാദമായി. ഇതിനിടെയാണ് ദ്വാരപാലക ശില്പപാളി പുറത്തേക്ക് പോയെന്ന വിവരം ഹൈക്കോടതി അറിഞ്ഞത്. ആ പാളി നന്നാക്കി വരട്ടെ എന്ന നിലപാടും ഇനി നടപടിക്രമം തെറ്റിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെയാണ് താങ്ങപീഠം കൂടി വേണമെന്ന അതിബുദ്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ഈ അതിബുദ്ധിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിന് സമാനമായി വാസുവും അതിബുദ്ധി കാട്ടി. ഇതാണ് വാസുവിനെയും കേസിൽ പ്രതിയാക്കിയത്. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നുവെന്ന് വാസുവും പിന്നീട് സമ്മതിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് വാസുവിനെ കുടുക്കിയത്. മുൻ ജുഡീഷ്യൽ ഓഫീസറായ വാസു പഴുതുകൾ അടച്ച അന്വേഷണം തന്നിലേക്ക് വരാതിരിക്കാനാണ് നോക്കിയത്. എന്നാൽ ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ വിനയായി മാറിയിരിക്കുകയാണ്. ഇമെയിൽ വിവാദം വന്നതോടെ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റുന്ന രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലേ എന്ന് വാസു പറഞ്ഞു. ആ പ്രയോഗമാണ് വാസുവിന് കുരുക്കായത്. ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെ പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. വർഷങ്ങൾക്ക് മുൻപുള്ള രേഖ വാസുവിനെ എവിടെ നിന്ന് കിട്ടിയെന്ന സംശയവും നിർണായകമായി. ദേവസ്വം ബോർഡിലെ പല രേഖകളും പോലീസിനടക്കം കിട്ടിയത് ഏറെ സമ്മർദ്ദത്തിലാണ്. എന്നിട്ടും മേൽക്കോപ്പിയുമായി വാസു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഈ കോപ്പികൾ രായ്ക്കു രാമാനം എവിടെ നിന്ന് കിട്ടിയെന്നതും സംശയമുണ്ടാക്കി. നടന്നത് തട്ടിപ്പാണെന്ന് അറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എടുത്തു സൂക്ഷിച്ചിരിക്കാമെന്നതാണ് ഒരു നിഗമനം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരായവരെ കൊണ്ട് ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. ശബരിമല കട്ടളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 18-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. കസ്റ്റഡിയെ പ്രതിഭാഗം അഭിഭാഷകൻ എതിർത്തെങ്കിലും കോടതി പരിഗണിച്ചില്ല. പുറത്തേക്ക് എത്തിച്ചപ്പോൾ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി വിളിച്ചു പറയുകയുണ്ടായിരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാകും ദ്വാരപാലക പാളി കേസിലെ 3-ാം പ്രതി ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നൽകുക. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. സുധീഷിനെ വിശദമായി ചോദ്യം ചെയ്യും മുൻപ് വാസുവിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയുടെ റിമാൻഡ് കാലാവധി തിങ്കളാഴ്ച തീർന്നതിനാലാണ് ഹാജരാക്കിയത്. തുടർന്ന് ഇവിടെ വെച്ച് തന്നെ കട്ടളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നാലെ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. 8 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചത്. അത് അനുവദിക്കുകയും ചെയ്തു. അടച്ചിട്ട കോടതിയിൽ വീഡിയോയിൽ ചിത്രീകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കൊന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയാണ് പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ DYSP S സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പോറ്റിയെ ഹാജരാക്കിയത്.